our second chapter of New Jyoti Publications, textbook of class 4th. नमस्ते बच्चों, आज हम भारत ज्योति पाठ पुस्तक के दूसरा पाठ हमारे त्योहार देखेंगे। पेज नंबर है 11। यह एक अध्यापक और छात्रों के बीच की बातचीत है। इट इज़ ए कॉन्वर्सेशन बिटवीन ए ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഹമാരെ ത്യോഹാർ എന്ന പാഠം നോക്കാം. ഇത് ഒരു ക്ലാസ്സിൽ ടീച്ചറും സ്റ്റുഡൻസ് തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. പാർട്ട് 2 ഹമാരെ ത്യോഹാർ. ആദ്യം അധ്യാപക് പറയുന്നു. അധ്യാപക് മീൻസ് ടീച്ചർ. ഇവിടെ കുട്ടികൾ ടീച്ചറിനെ മാസ്റ്റർ ജി എന്ന് വിളിക്കുന്നു. അധ്യാപക് छात्रों, आज हम भारत में मनाए जाने वाले प्रमुख उत्सवों और त्योहारों के बारे में चर्चा करेंगे. Students, today we will discuss about the major festivals and festivals celebrated in India. അപ്പോൾ കുട്ടികൾ പറയുന്നു, ഛാത്ര ജി മാസ്റ്റർ ജി, യെസ് മാസ്റ്റർ എന്ന് പറയുന്നു. നെക്സ്റ്റ് മാസ്റ്റർ അധ്യാപക് പറയുന്നു. ഗോപാൽ എന്നൊരു സ്റ്റുഡൻറ്റിനോട് പറയുന്നു, ഗോപാൽ അഗലെ ഹഫ്തെ സെ ഹമേ 10 दिन की छुट्टियाँ मिलती है ना? गोपाल, we have 10 days off from next week. Are you? ഗോപാൽ, അടുത്ത ആഴ്ച നമ്മൾക്ക് 10 days ലീവ് ഉണ്ട് അല്ലേ? അപ്പോൾ ഗോപാൽ പറയുന്നു, जी मास्टर जी, हर साल ओणम के लिए 10 दिन की छुट्टियाँ मिलती है. अगले हफ्ते में तिरुओणम है. यस मास्टर, एवरी ईयर देयर इज ए 10 days holidays for ओणम. The next week is തിരുവോണം. അതെ അതെ മാസ്റ്റർ ജി, എല്ലാ വർഷവും ഓണമിന് 10 days ലീവ് കിട്ടാറുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് ഓണം ആണ് എന്ന് ഗോപാൽ പറയുന്നു. അപ്പോൾ അധ്യാപക് പറയുന്നു, बताओ തിരുവോണം മഹോത്സവ് കിസ് മഹീനെ മേ ആതാ ഹൈ? ടെൽ വാട്ട് മന്ത് ഡസ് ദ തിരുവോണം ഫെസ്റ്റിവൽ കം? തിരുവോണം ഉത്സവം ഏത് മാസമാണ് വരുന്നത് എന്ന് അധ്യാപക് ചോദിക്കുന്നു ഗോപാലോട്. അപ്പോൾ ഗോപാൽ പറയുന്നു, സാവൺ കെ മഹിനെ മേ, ഇൻ ദ മന്ത് ഓഫ് സാവൺ, സാവൺ മാസത്തിലാണ് എന്ന് ഗോപാൽ ആൻസർ പറയുന്നു. നെക്സ്റ്റ് അധ്യാപക് സംസാരിക്കുന്നു. ठीक है, तुम बैठो, कुछ अन्य त्योहारों के नाम बताओ जिन्हें लोग धूमधाम से मनाते हैं. सुमोद, तुम बताओ. Name some other festivals which people celebrate with the great Hindu. Sumod, you tell. അതായത് നീ പറഞ്ഞത് ശരിയാണ്. വേറെ ചില ഫെസ്റ്റിവൽസിൻ്റെ പേര് പറയൂ. ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് വേറെ ഏതൊക്കെയാണ്? സുമോദ്, നീ പറയൂ എന്ന് സുമോദോട് അധ്യാപക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ സുമോദ് പറയുന്നു, हिंदू लोग मुख्य रूप से दीपावली, शिवरात्रि, विजयदशमी या दसरा, विशु, जन्माष्टमी, रक्षाबंधन आदि मनाते हैं. Hindus mainly celebrate दीपावली, शिवरात्रि, विजयदशमी और दसरा, विशु, जन्माष्टमी, रक्षाबंधन एक्सेट्रा. അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർ പ്രധാനമായി ദീപാവലി, शिवरात्रि, विजयदशमी और दसरा
വിഷു, ജന്മാഷ്ടമി, രക്ഷാബന്ധൻ ഇവയെല്ലാം ആഘോഷിക്കുന്നു എന്ന് സുമോദ് പറയുന്നു. അപ്പോൾ അധ്യാപക് പറയുന്നു, സഹി കഹാ തുമ്നെ. ईसाई धर्म वालों का मुख्य त्योहार क्या है? आदित्य तुम बताओ. You were right. What is the main festival of a Christian? Aditya, you tell. എന്ന് അധ്യാപക് ആദിത്യനോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതായത് ക്രിസ്ത്യൻ മതത്തിൽ പെട്ട ആൾക്കാർ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആൾക്കാർ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ഏതാണ് എന്ന് ആദിത്യയോട് അധ്യാപക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ ആദിത്യ ईसाई धर्म वाले ईसा मसीह का जन्मदिन क्रिसमस बड़े धूमधाम से मनाते हैं. क्रिसमस हर साल दिसंबर महीने की 25वीं तारीख को आता है. Christianity celebrates Jesus' birthday, celebrates the grand Christmas on the 25th of December every year. അതായത് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആൾക്കാർ പ്രധാനമായി യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ക്രിസ്മസ് വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. ക്രിസ്മസ് എല്ലാ വർഷവും ഡിസംബർ 25th തീയതിയാണ് വരുന്നത്, 25-ാം തീയതി. ഡിസംബർ 25-ാം തീയതിയാണ് ക്രിസ്മസ് വരുന്നത് എന്ന് ആദിത്യ ആൻസർ പറയുന്നു. നെക്സ്റ്റ് അധ്യാപക് സംസാരിക്കുന്നു. इसी तरह इस्लाम धर्म वाले रमज़ान, बकरीद और मुहर्रम मनाते हैं. वे ईद के अवसर पर रोज़े रखते हैं. Similarly, Islamists celebrate Ramadan, Bakrid and Muharram. They fast on the occasion of Eid. ഇതുപോലെ തന്നെ ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ റംസാൻ, ബക്രീദ്, മുഹറം ആഘോഷിക്കാറുണ്ട്. ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ ഈദ് സമയത്ത് വ്രതമെടുക്കാറുണ്ട്, അതായത് നൊയമ്പ് എടുക്കാറുണ്ട് എന്ന് അധ്യാപക് പറയുന്നു. അപ്പോൾ ആദിത്യ പറയുന്നു, മാസ്റ്റർ ജി ഹിന്ദു, മുസ്ലിം और ईसाई मनाते धर्म वालों के अलावा और भी धर्म वाले भारत में हैं. क्या वे भी इसी तरह के पर्व मनाते हैं? मास्टर, Hindus, Muslims and Christians celebrate apart from religious people. Other religious people are in India. Do they also celebrate similar festivals? എന്ന് ചോദിക്കുന്നു. അതായത് സർ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതക്കാരെ പോലെ വേറെ ചില മതത്തിൽപ്പെട്ട ആൾക്കാരും നമ്മുടെ ഭാരതത്തിലുണ്ട്. അവരും ഇതുപോലെ ഫെസ്റ്റിവൽ ആഘോഷിക്കാറുണ്ടോ എന്ന് ആദിത്യ മാസ്റ്റർജിയോട് ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അധ്യാപക് പറയുന്നു, ഹാം ജറൂർ. बौद्ध, जैन, पारसी और सिख भी अपने अपने धर्म गुरुओं की जन्मतिथि पवित्र पर्व के रूप में मनाते हैं. Yes, definitely. Buddhists, Jains, Parsis and Sikhs also celebrate the birth anniversary of their respective gurus as a festival. അതായത് അതെ, ബൗദ്ധ, ജൈൻ, പാർസി, സിഖ് മതക്കാരും അവരുടെ ഗുരുവിൻ്റെ ജന്മദിനത്തെ ഫെസ്റ്റിവലായി ആഘോഷിക്കാറുണ്ട് എന്ന് അധ്യാപക് പറയുന്നു. അപ്പോൾ വാണി എന്നൊരു സ്റ്റുഡൻറ്റ് പറയുന്നു, മാസ്റ്റർ ജി ക്യാ മേ ആപ്സെ കുച്ച് നിവേദൻ കരൂ. മാസ്റ്റർ ജി മേ ഐ റിക്വസ്റ്റ് യു സംതിങ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ എന്ന് വാണി മാസ്റ്റർ ജിയോട് പറയുന്നു. അപ്പോൾ അധ്യാപക്, വൈ നോട്ട്, സേ വാട്ട്സ് ദ മാറ്റർ, ക്യോ നഹി,
കഹോ ബാത് ക്യാ ഹൈ, എന്താണ് കാര്യം പറയൂ എന്ന് മാസ്റ്റർജി പറയുന്നു. അപ്പോൾ വാണി പറയുന്നു, तमिलनाडु में लोग मकर संक्रांति के दिन पोंगल धूमधाम से मनाते हैं. People in Tamil Nadu celebrate Pongal on the day of മകര സംക്രാന്തി. അതായത് തമിഴ്നാടുവിൻ്റെ ജനങ്ങൾ മകരസംക്രാന്തി ദിവസത്തിൽ പൊങ്കൽ ആഘോഷിക്കാറുണ്ടല്ലോ എന്ന് വാണി പറയുന്നു. അപ്പോൾ അധ്യാപക്, सही है, ऐसे प्रादेशिक उत्सव भारत के प्रायः सभी प्रांतों में मनाए जाते हैं. असम और पश्चिम बंगाल के लोग चैत्र के महीने में बिहू उत्सव मनाते हैं. पंजाब, हरियाणा और हिमाचल प्रदेश के लोग बैसाख महीने में बैसाखी मनाते हैं. इसी तरह राजस्थान के लोगों का उत्सव है गणगौर. Right, such regional festivals are celebrated in almost all the provinces of India. People of Assam and West Bengal celebrate Bihu in the month of Chaitra. People of Punjab, Haryana and Himachal Pradesh celebrate Baishakhi during the month of Baishakh. Similarly, the people of Rajasthan celebrate Gangaur. അതെ, ചില പ്രാദേശിക ഉത്സവങ്ങൾ ഭാരതത്തിലുണ്ട്. അസം പിന്നെ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ചൈത്രമാസത്തിൽ ബിഹു ഉത്സവം ആഘോഷിക്കുന്നു. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ ബൈശാഖ് മാസത്തിൽ ബൈശാഖി ആഘോഷിക്കുന്നു. ഇതുപോലെ രാജസ്ഥാനിലെ ജനങ്ങളുടെ ഉത്സവമാണ് ഗൻഗൗർ എന്ന് അധ്യാപക് പറയുന്നു. അപ്പോൾ സുനിത എന്നൊരു സ്റ്റുഡൻറ്റ്, मास्टर जी, भारत भर में होली अत्यंत उत्सव के साथ मनाई जाती है. मास्टर जी, होली is celebrated with the great Hindus across India. അതായത് മാസ്റ്റർ, ഭാരതത്തിൽ ഹോലി വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാറുണ്ട് എന്ന് സുനിത പറയുന്നു. അപ്പോൾ അധ്യാപക്, हाँ, होली रंगों का उत्सव है. फागुन के महीने में होली मनाई जाती है. Yes, होली is a celebration of colors. Holy is celebrated in the month of Fagun. അതായത് ഹോലി നിറങ്ങളുടെ ഉത്സവമാണ്. ഫഗുൺ മാസത്തിലാണ് ഹോലി ആഘോഷിക്കാറുള്ളത് എന്ന് അധ്യാപക് പറയുന്നു. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ്, मास्टर जी, इन उत्सवों और त्योहारों के मनाए जाने के पीछे कौन सा राशि है? मास्टर जी, व्हाट इज द सीक्रेट बिहाइंड सेलिब्रेटिंग दीस फेस्टिवल्स? ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് ആഘോഷിക്കുന്നതിൻ്റെ പിന്നിൽ എന്ത് രഹസ്യമാണുള്ളത് എന്ന് സ്റ്റുഡൻസ് മാസ്റ്ററോട് ചോദിക്കുന്നു. അപ്പോൾ അധ്യാപക്, बच्चों, इनमें कोई रहस्य नहीं है. हम कुछ बातें अवश्य है. लोगों में समत्व, भाईचारा और धार्मिक एकता का भाव पैदा करना. Children, there is no secret. Yes, there are definitely things. Equality among people, brotherhood, and to create a sense of religious unity. അതായത് കുട്ടികളെ ഇതിൽ രഹസ്യങ്ങളൊന്നുമില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. ജനങ്ങളിൽ സമത്വം, സാഹോദര്യം, പിന്നെ മതപരമായ ഒത്തുചേരൽ എല്ലാവരിലും ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് അധ്യാപക് मास्टर जी പറയുന്നു. അപ്പോൾ സ്റ്റുഡൻസ്, छात्र, मास्टर जी, कुछ त्योहार धार्मिक हैं मगर कुछ त्योहार हमारी खेती, किसान फसल की बुलाई कटाई से संबंधित है.
Master, some festivals are religious, but some festivals are related to our farming, farmers, crop sowing and harvesting. അതായത് കുറച്ച് ഉത്സവങ്ങൾ മതപരമായുള്ളതാണ്, പിന്നെ ചിലത് നമ്മുടെ കൃഷി, അതുപോലെ കൃഷിക്കാർ, വിളവിതയ്ക്കൽ, വിളയെടുപ്പ് ഇതിനെയൊക്കെ ബന്ധപ്പെട്ടതാണ് എന്ന് സ്റ്റുഡൻസ് പറയുമ്പോൾ अध्यापक പറയുന്നു, बिल्कुल सही है, ये सारे उत्सव, त्योहार, पर्व सभी हमारी सभ्यता और संस्कृति से जुड़े हुए हैं। ये सब हमारे समाज की आत्मा है। ये हमें धर्म, जाति, देश और भाषा के बंधनों से मुक्त करके एक सूत्र में बांधते हैं. The teacher is absolutely right. All these festivals are all connected with our civilization and culture. This is the soul of society. They free us from the bonds of religion, caste, country and language and bind us in one sutra. അതായത് ഈ എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ മാന്യമായ സംസ്കാരത്തോട് ചേർന്നിരിക്കുന്നു. ഇവയെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ ആത്മമാണ്. ഇവയെല്ലാം നമ്മളെ മതത്തിൻ്റെയും ജാതിയുടെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ഒരേ ചരടിൽ ബന്ധിക്കുകയും ചെയ്യുന്നു എന്ന് മാസ്റ്റർജി പറയുന്നു. Thank you for watching my channel. Please subscribe my YouTube channel and press the bell icon for my latest updates.